ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ആഴ്ചകളായി പടക്കോപ്പൊരുക്കി കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേലും അമേരിക്കയും. എന്നും എപ്പോഴും ഏത് സമയത്തും ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ ഇന്ന് തെഹ്റാനിൽ പലയിടങ്ങളിലായി ബോംബ് വർഷിച്ചുകൊണ്ട് സംയുക്ത സേന അവരുടെ പണി തുടങ്ങിയിരിക്കുന്നു. തെഹ്റാനിൽ മാത്രമല്ല, ഇറാനിലെ മറ്റു നഗരങ്ങളിലും അവർ തന്ത്രപ്രധാനമായ ഇടങ്ങളിലൊക്കെ ബോംബ് വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇറാനും വെറുതെ ഇരിക്കുന്നില്ല. അവർ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലൊക്കെ മിസൈലുകൾ വർഷിച്ചുകൊണ്ട് ഇറാനും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഇസ്രായേലിലേക്കും ഇറാൻ്റെ മിസൈലുകൾ വന്നു വീഴുന്നു. ഇറാനിൽ മാത്രമല്ല, ജോർദാനിലും ലബനാനിലുമൊക്കെ മിസൈലുകൾ, ബോംബുകൾ വന്നു വീണുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയാകെ അതിന് ചുറ്റുവട്ടത്തുമൊക്കെ വലിയ അസമാധാനത്തിൻ്റെ നാളുകളാണ് വന്നുകൊണ്ട് ഇരിക്കുന്നത്. തൗസാബ്, ഈ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? കാര്യങ്ങളുടെ പോക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ യുദ്ധം നമ്മൾ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഗൾഫിലുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ഒരേ ദിവസം ആക്രമണം നടക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു മിലിറ്ററി എസ്കലേഷൻ ഉണ്ടാകുന്നത്. മുമ്പ് നമുക്കറിയാം കുവൈത്ത് ഇറാഖ് പ്രശ്നം, കുവൈത്ത് പിടിച്ചെടുക്കുന്നു, അതിനുശേഷം ഉണ്ടായുള്ള ഗൾഫ് യുദ്ധം. അപ്പോഴും അത് കുവൈത്തിനെയും പിന്നീട് യുദ്ധം തുടങ്ങിയപ്പോൾ സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിനെയും മാത്രം ബാധിച്ച ഒരു കാര്യമായിരുന്നു. ഇവിടെ നോക്കൂ, ഒറ്റൊരു ദിവസം കൊണ്ട് ഖത്തർ, അബുദാബി, UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ഈ രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടക്കുകയാണ്, സ്ഫോടനം ഉണ്ടാകുകയാണ്. ആ മേഖലയിലെ എയർ സ്പേസ് ഏതാണ്ട് മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ബോംബ് മിസൈൽ വന്ന് വീഴുമ്പം സംഭവിക്കുന്ന എന്താണ്? തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലുള്ള എയർപോർട്ടിൽ ആളുകൾ അവരുടെ ലഗേജുമായിട്ട് ചുമ്മാ നിൽക്കുകയാണ്. അവർക്ക് യാത്ര പുറപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതുണ്ടാകാം. നോക്കൂ, ഇത് റമദാൻ സീസണാണ്, പെരുന്നാൾ സീസണാണ്, വലിയ തോതിലുള്ള ട്രാഫിക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു എൻ്റയർ റീജിയൻ അങ്ങനെ തന്നെ സ്തംഭിച്ചിരിക്കുന്നു. ആ റീജിയൻ ആകട്ടെ ലോകത്ത് നമുക്കറിയാം, ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ്, ട്രാൻസിറ്റ് ഹബ്ബാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് ബിസിനസ് ചെയ്യുന്ന, വ്യവസായം നടത്തുന്ന ഒരു ഏരിയയാണ്. ഗ്ലോബൽ എക്കണോമിയെ തന്നെ നിമിഷാർത്ഥം കൊണ്ട് വലിയ തോതിലുള്ള എഫക്റ്റ് ഗ്ലോബൽ എക്കണോമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന സംഗതിയാണ്. ആ നിലക്ക് വിത്തിൻ അവേഴ്സ് അതിൻ്റെ എഫക്റ്റ് നമ്മുടെ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വർണത്തിൻ്റെ വില കൂടി, പെട്രോളിൻ്റെ വില കൂടാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു യുദ്ധത്തിൻ്റെ രാഷ്ട്രീയവും നയതന്ത്രപരവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ അപ്പുറം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മേത്തട്ടുന്നൊരു യുദ്ധമാണിത്. നമ്മളെ സംബന്ധിച്ച് വളരെ വിദൂരത്ത് നടക്കുന്നൊരു യുദ്ധമാണെങ്കിലും നമ്മുടെ അടുക്കളയിൽ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യുദ്ധമാണ്. അതാണ് പ്രാഥമികമായിട്ട് ഒരു മലയാളി എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ പറയാൻ പറ്റുന്ന കാര്യം. പിന്നെ യുദ്ധത്തെക്കുറിച്ച് ഇറാൻ ആക്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നൗഫൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഏറ്റവും മികച്ച പടക്കപ്പലുകൾ പുള്ളി അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ഞാൻ അടിക്കാൻ പോവാണ്, പൊട്ടിക്കാൻ പോവാണ്, ഇടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെയാണ് നമുക്കറിയാം, ഒമാൻ വിദേശകാര്യമന്ത്രി സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നു. പുള്ളി ഒരു നെഗോഷിയേഷൻ ടോക്ക് ആരംഭിക്കുന്നു. അതിന് അമേരിക്ക സന്നദ്ധമാകുന്നു. അമേരിക്കയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ, ഇപ്പം വിറ്റ്കോഫും ജാരദ് കുഷ്ണറും അമേരിക്കയെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ചർച്ചയുടെ ഭാഗമാകുന്നു. ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരഗാച്ച് ഇതിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ മസ്കറ്റിലും ജനീവയിലുമായിട്ട് ആ നെഗോഷിയേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തേർഡ് സ്റ്റേജ് എന്ന് പറയാവുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ കൗതുകകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെനിയാന്ന് വരെ നമ്മൾ അതെന്താണ് വളരെ പോസിറ്റീവായിട്ടാണ് അതേക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നത്, ബോത്ത് ഫ്രം ഇറാനിയൻ സൈഡ് ആൻഡ് US സൈഡ്. ഇത് നല്ല നിലക്ക് മുന്നോട്ട് പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, മെനിയാന്ന് ഇറാൻ മുമ്പോട്ട് വെച്ചൊരു പ്രപ്പോസൽ എന്ന് പറയുന്നത്, ഇപ്പോൾ യുറേനിയൻ എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ ഇറാനെതിരെ അമേരിക്ക ഒരു വിഷയം ഉന്നയിക്കുന്നത്. അതിലെ നൈതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം, അവർക്ക് യുറേനിയൻ എൻറിച്ച്മെൻറ്റ് നടത്താൻ പാടുണ്ടോ ഇല്ല എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഏതൊരു രാജ്യത്തെ പോലെ തന്നെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് പാടില്ല എന്നാണ് അമേരിക്കയും ഇസ്രായേലും പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ബോംബുണ്ടാക്കാൻ അവർക്ക് അധികാരമില്ലെന്ന് വെച്ചാൽ അതിനും അവർക്ക് അധികാരമുണ്ട്. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ ബോംബുണ്ടാക്കുന്നില്ല, കാരണം ബോംബുണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഫത്ത് വേണം, ഇമാം ഖുമൈനിയുടെ ഫത്ത് വേണ്ട, ന്യൂക്ലിയർ ബോംബുണ്ടാക്കാൻ പാടില്ല, ഞങ്ങൾ ഊർജ്ജാവശ്യത്തിന് വേണ്ടിയിട്ട് യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ പോലും ഞങ്ങൾ ഈ എൻറിച്ച്മെൻറ്റ് എന്നുള്ളത്
അത് 3.6% ആക്കി കുറക്കാം എന്നാണ് പറയുന്നത്. ഒന്നാലോചിച്ച് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ കപ്പാസിറ്റിയിലുള്ളതിന് മുഴുവൻ അവർ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ 60% അവരുടെ ഒരു എൻറിച്ച്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. അത് ഞങ്ങൾ കട്ട് ഡൗൺ ചെയ്തിട്ട് 3.6% ആക്കി ചുരുക്കാം. നമ്പർ 1. നമ്പർ 2, ഇനി പണിയാൻ പോകുന്ന 19 ന്യൂക്ലിയർ പ്ലാന്റുകളല്ലോ, ഈ 19 ന്യൂക്ലിയർ പ്ലാന്റുകളുടെയും കോൺട്രാക്റ്റ് അണ്ണന് തന്നേക്കാം, അമേരിക്കൻ കമ്പനികൾക്ക് കൊടുക്കാം. സാധാരണത്തിൽ ട്രംപിനെ പോലെ ഒരാൾ, അദ്ദേഹം ഒരു ഡീലർ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഏത് പൊളിറ്റിക്കൽ നെഗോഷിയേഷനിലും അദ്ദേഹം ഒരു ബിസിനസ് ഡീൽ കൊണ്ടുവരികയും സംഗതി സെറ്റാക്കുകയും ചെയ്യുന്നുള്ളതാണ്. ആ നിലക്കായിരിക്കാം ഇറാൻ ഇങ്ങനെ പ്രപ്പോസൽ വെക്കുന്നത്. വരാനിരിക്കുന്ന 19 ന്യൂക്ലിയർ പവർ പ്രോജക്റ്റുകളുടെയും കോൺട്രാക്റ്റ് അമേരിക്കൻ കമ്പനികൾക്ക് കൊടുക്കുക. അത് അമേരിക്കൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബനാൻസയാണ്. കാരണം അവർ ഓൾമോസ്റ്റ് ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, അമേരിക്കൻ ന്യൂക്ലിയർ ഫേംസ് എന്ന് പറയുന്നത് ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തിക്കഴിഞ്ഞാണ്. അതിന് പുതിയ ക്ലയൻസ് ഇല്ല ആ ഒരു ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ആ നിലക്ക് അത് എന്താണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ ആണ് ഇതിനകത്ത് എന്നാണ് പൊതുവെ അതിനെക്കുറിച്ചൊരു വിശകലനം വന്നത്. അപ്പോൾ ഈ 2 പ്രപ്പോസലും വന്നതിന് ശേഷം ആണ് പൊടുന്നനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. 2 ദിവസത്തിന് ശേഷം ആക്രമണം നടക്കുന്നു. അപ്പോൾ അതേക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നെഗോഷിയേഷൻസ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ചർച്ച തുടങ്ങിയത് മുതൽ ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന ആളാരായിരുന്നു? നെതന്യാഹു ആയിരുന്നു, ഇസ്രായേലായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്നു മുതൽ അതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുഴപ്പത്തിലേക്കാണ്. ഈവൻ ചില ഇസ്രായേലി മീഡിയ, ജെറുസലേം പോസ്റ്റുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ട്രംപിന് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ ട്രംപ് നമ്മളെ കൈവിടുകയാണോ എന്നൊക്കെ നെതന്യാഹു അയാളുടെ സീക്രട്ട് സർക്കിളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ജെറുസലേം പോസ്റ്റൊക്കെ വാർത്തകൾ കൊടുത്തിരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മൾ കാണും, കഴിഞ്ഞ ആഴ്ച നെതന്യാഹു വാഷിങ്ടണിലേക്ക് പറക്കുന്നുണ്ട്, ട്രംപിനെ കാണുന്നുണ്ട്, ദീർഘനേരം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നെതന്യാഹു അവിടെ പോകുന്ന മാത്രമല്ല, ഈ സ്റ്റീവ് വിറ്റ്കോഫ് ഡോണർ സർക്കിൾ എന്ന് പറയും, ഐപാക് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോബിയിസ്റ്റ് ഗ്രൂപ്പാണ്, ഇസ്രായേലി ലോബിസ്റ്റ്, അമേരിക്കൻ ഇസ്രായേലി പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയാണ്. ഐപാക്കാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഭരിക്കുന്നതാണ് പറയുക. ഐപാക്കിൻ്റെ ഡോണേഴ്സ് ക്ലബിൻ്റെ മീറ്റിങ്ങിൽ ഈ വിറ്റ്കോഫ് പേഴ്സണലി പങ്കെടുക്കുകയും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും വന്നിരുന്നു. അപ്പോൾ ഇത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇറാൻ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉദാരമായ നടപടികൾക്ക് സന്നദ്ധമാവുന്നത് കണ്ടപ്പോൾ ഇവർ ഡിമാൻഡ്സ് സ്റ്റെപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനം ഇതായിരുന്നു, ഈ ബാലിസ്റ്റിക് മിസൈൽ, ഇറാൻ്റെ കയ്യിലുള്ള ബാലിസ്റ്റിക് കേപ്പബിലിറ്റി അവരത് അവസാനിപ്പിക്കുക, ആ പരിപാടി അവസാനിപ്പിക്കുക. അതേക്കുറിച്ചാണ് ഖാംനൈ പറഞ്ഞു, ദാറ്റ് ഈസ് റെഡ് ലൈൻ. അത് തൊട്ട് കളിക്കാൻ പറ്റില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു അസറ്റാണത്. കാരണം അതുകൂടെ ഇല്ലെങ്കിൽ അവർ സാമ്പത്തികമായി ഞെരുക്കുന്നു, അവരുടെ എല്ലാ നിലക്കുള്ള വളർച്ച തടയുന്നു, അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് തടയുന്നു. അതൊന്നും പോരാഞ്ഞിട്ട് ആ രാജ്യത്തെ സംരക്ഷിച്ച് നിർത്താൻ ആവശ്യമായിട്ടുള്ള അവരുടെ ആയുധശേഖരം, അതിലെ ഡെവലപ്മെൻറ്റും അതിലെ റിസർച്ചും അതിലെ സ്റ്റോക്ക് പൈൽസും അതിലെ അസറ്റ്സും അതില്ലാതാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ നിങ്ങൾ വന്ന് പിടിച്ചെടുത്തോളൂ എന്ന് മറ്റുള്ളവർക്ക് ഒരു ഓപ്പൺ ടിക്കറ്റ് കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ബാലിസ്റ്റിക് അസറ്റ്സ് എന്നുള്ളത് ദാറ്റ് ഈസ് അവർ റെഡ് ലൈൻ, അതിലൊരു ചർച്ചയേ ഇല്ല എന്ന് അലി ഖാംനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നോക്കൂ, രണ്ട് ദിവസം മുമ്പ് ചർച്ച അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ, ഏറ്റവും പോസിറ്റീവായ ഘട്ടത്തിൽ നിന്ന് വിചാരിച്ചതിൽ നിന്ന് ആണ് വളരെ പൊടുന്നനെ നേരെ തിരിച്ച് സംഭവിക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നതാണ്, ഇസ്രായേൽ അമേരിക്കയെ ആക്രമിച്ചു എന്നാണ്, ഇറാൻ ആക്രമിച്ചു എന്നാണ് വാർത്ത വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു എന്നാണ് മീഡിയ ഔട്ട്ലെറ്റ്സ് എല്ലാം ആദ്യം വാർത്ത കൊടുക്കുന്നത്. പിന്നെയാണ് എനിക്ക് തോന്നുന്ന ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അമേരിക്കയും സംയുക്ത ആക്രമണം. അത് നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ നെതന്യാഹുവിൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ടെലിവൈസ്ഡ് സ്പീച്ച് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ജോയിൻ്റ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്, അല്ലാതെ ഞങ്ങൾ കയറി അറ്റാക്ക് ചെയ്തു എന്നല്ല പുള്ളി പറയുന്നത്, ജോയിൻ്റ് ഓപ്പറേഷൻ. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഇറാൻ ആക്രമിക്കുക എന്നുള്ള കാര്യത്തിൽ ട്രംപിന് ഒട്ടുമേ താല്പര്യമില്ല, സ്റ്റീവ് വിറ്റ്കോഫിന് ഒട്ടുമേ താല്പര്യമില്ല, അവിടുത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസിന് ഒട്ടുമേ താല്പര്യമില്ല. ഇന്നത്തെ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ സുപ്രധാനമായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ആർക്കും അതിനോട് താല്പര്യമില്ല. ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ്, അവിടുത്തെ സൈനിക മേധാവിക്കും അതിനോട് താല്പര്യമില്ലെന്ന് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് അപകടമായിരിക്കും, നമ്മൾ എക്സോസ്റ്റ് ചെയ്യും എന്ന് അവിടുത്തെ സൈനിക മേധാവി, പെൻറ്റഗണിൻ്റെ മേധാവിയും തന്നെ പരസ്യമായിട്ടത് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഈ ആക്രമണം എന്തുകൊണ്ട് നടന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയും മറികടക്കുന്ന, അവരുടെ ആഗ്രഹത്തെയും അവരുടെ യഥാർത്ഥ അഭിലാഷത്തെയും മറികടക്കുന്ന വിധത്തിൽ ആരാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പം അമേരിക്ക, ഞാൻ പറഞ്ഞു ഈ വാർത്ത ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമേരിക്ക ഇറാനെ ആദ്യം പോയി ആക്രമിച്ചു എന്ന ഒരു തിയറി വരരുത് എന്ന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു. ഇസ്രായേൽ ആക്രമിക്കുന്നു, ഇറാൻ ആക്രമിക്കുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. അപ്പം ഡിഫൻസ് എന്നുള്ള നിലക്ക്, നമ്മൾ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ ഡിഫൻസ് എന്നുള്ള നിലക്ക് മാത്രമാണ് ഞാൻ ബോംബിട്ടത് എന്ന് സ്വന്തം ഹൗസിനോട് ആർക്ക് പറയണം? ട്രംപിന് പറയണം. അതാണ് ഈ വാർത്ത ആ നിലക്ക് വരുന്നതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇസ്രായേലിന് വേണ്ടി നടക്കുന്ന യുദ്ധമാണ്, ഇസ്രായേലിൻ്റെ ആവശ്യത്തിന് വേണ്ടി നടക്കുന്ന യുദ്ധമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ, മനുഷ്യരുടെ നഷ്ടം, ഇപ്പോൾ ഇറാനിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ചിത്രവും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആഴ്ചകളെടുക്കും ആ ചിത്രം പുറത്ത് വരാൻ. ഈവൻ ഇറാനിയൻ ലീഡർഷിപ്പിൽ ആരൊക്കെ ആക്രമിക്കപ്പെട്ടു, ആരൊക്കെ കൊല്ലപ്പെട്ടു, അവിടുത്തെ സൈനിക നേതൃത്വത്തിൽ ആരൊക്കെ കൊല്ലപ്പെട്ടു, ആരൊക്കെ അവശേഷിക്കുന്നു എന്നതിനെക്കുറിച്ച് പോലും ധാരണയില്ല. കാരണം അവിടെ ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് വന്നു കഴിഞ്ഞു. ഇവൻ അവിടുന്ന് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറ ലേഖകർ പോലും പറയുന്നതാണ്, നമുക്ക് നമ്മുടെ സോഴ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബോംബ് സ്ഫോടനത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നേരം വെളുത്ത മുതൽ പരക്കെ കേൾക്കുന്നുണ്ട്, അതിമാരകമായ ശബ്ദം പലയിടത്തും കേൾക്കുന്നുണ്ട്, പല നഗരങ്ങളിലും ഉണ്ടായതായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ എക്സാക്ട് ടാർഗറ്റ് എന്താണ് എന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് റിസോഴ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇറാനിൽ എന്തു സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിത്രം ഇനിയും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആഴ്ചകൾ എടുത്തേക്കും അത് വരാൻ. പക്ഷേ ഇത്തവണ ഉണ്ടായൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തെ 12 ഡേ വാറുണ്ട്. 12 ഡേ വാറിൽ നമുക്കറിയാം ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിയിട്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി വരുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെ വിതിൻ അവേഴ്സ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായെന്ന് മാത്രമല്ല, ഇറാൻ പ്രഖ്യാപിച്ചതുപോലെ, ഇറാൻ നേരത്തെ എന്താ പ്രഖ്യാപിച്ചിരുന്നത്? ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കുന്ന മാത്രമല്ല, അമേരിക്കൻ ബേസുകൾ, ഈ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകൾ മുഴുവൻ ആക്രമിക്കുന്നതാണ്. അതവർ വാക്ക് പാലിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അതവർക്ക് അത് പുലർത്താൻ പറ്റിയിട്ടുണ്ട്. അവരുടെ 5th ഫ്ലീറ്റ്, നാവൽ ഫ്ലീറ്റ്, അമേരിക്കയുടെ 5th നാവൽ ഫ്ലീറ്റ് ബഹ്റൈനിൽ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ഖത്തറിൽ, അബുദാബിയിൽ, എല്ലായിടത്തും, കുവൈറ്റിൽ, എല്ലായിടത്തും ഒരു ടാർഗറ്റ് അവർ ആക്രമിക്കുന്നു. അപ്പോൾ ഈ രാജ്യങ്ങളിലുള്ള ബേസിനെ ആക്രമിക്കുന്നതാണ്. ആ ബേസ് ആക്രമിച്ച് തകർക്കുക എന്നുള്ളതല്ല. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പോലെയല്ല, അവരെ ഒരു പീസ് സെനാരിയോയിൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഭരണകൂടങ്ങളാണ്. അവരുടെ രാഷ്ട്രീയ ഘടനയാണെങ്കിലും സമ്പദ്ഘടനയാണെങ്കിലും ഒരു സമാധാന അന്തരീക്ഷത്തിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രാജ്യങ്ങളുടെ സമാധാന അന്തരീക്ഷത്തെ, ഈ രാജ്യങ്ങളെ ഡിസ്റപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്തുണക്കുന്ന അമേരിക്കയെ അവരുടെ ലിവറേജ് വെച്ച് പിന്തിരിപ്പിക്കാൻ അവർ നിർബന്ധിതരാകും. ഇതാണ് ഇറാൻ്റെ സ്ട്രാറ്റജി എന്ന്. അല്ലാതെ ഖത്തറിനെ ആക്രമിക്കുക, ബഹ്റൈൻ ആക്രമിക്കുക, UAE ആക്രമിക്കുക എന്നുള്ളതല്ല. നോക്കൂ, നിങ്ങളുടെ സുഹൃത്താണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്, നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്, നിങ്ങളുടെ സുഹൃത്താണ് ഞങ്ങൾക്കിട്ട് പണി തരുന്നത്. അവർ ഞങ്ങൾക്കിട്ട് പണി തരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്കിട്ട് പണി തരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇറങ്ങി ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളണം എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. അല്ലാതെ ഈ രാജ്യങ്ങൾ ആക്രമിക്കുക എന്നുള്ളതല്ല. സ്വാഭാവികമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ള ഇറാൻ അതിന് റൈറ്റുണ്ട്. ഇറാൻ അത് പ്രഖ്യാപിച്ചതാണ്. ഇസ്രായേൽ വ്യാപകമായിട്ട് ഇറാനിയൻ മിസൈലുകൾ വന്നു തുടങ്ങിയിട്ടെന്ന് മാത്രമല്ല, അവർ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു, സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു, എല്ലാം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിൽ യുദ്ധം എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അത് എങ്ങനെ പോകും, എത്രത്തോളം പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുകയും അമേരിക്കയ്ക്ക് മേൽ ഒരു സമ്മർദ്ദം ചെലുത്തുകയും വളരെ അധികം വൈകാതെ മുന്നോട്ട് പോകാതെ അവസാനിക്കുകയും ചെയ്യുന്നൊരു സെനാരിയോ ആയിരിക്കും ഉണ്ടാകുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന റിപ്രഷൻ എന്താ, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് വളരെ പ്രധാനമാണ്. ഈ യുദ്ധത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ വളരെ ഒരു വാക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഫസ്റ്റ് എപ്സ്റ്റീൻ വാർ എന്ന വാക്ക് വന്നു കഴിഞ്ഞു. ദിസ് ഈസ് ദ ഫസ്റ്റ് എപ്സ്റ്റീൻ വാർ എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം? ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല. അമേരിക്കയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് യാതൊരു താല്പര്യമില്ല. ഈ വാർ പവേഴ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട്, വാർ പവേഴ്സ് പ്രൊവിഷൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ നിയമം ഇവിടെ അമേരിക്കൻ ഹൗസിൽ കൊണ്ടുവരാൻ നിൽക്കുകയാണ്. മെനിയാന്നാണ് ഈ എപ്സ്റ്റീൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹിലാരി ക്ലിൻ്റൻ്റെ ഡിപ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വാർ പവേഴ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കോൺഗ്രഷണൽ അപ്രൂവൽ ഇല്ലാതെ പ്രസിഡൻറ്റിന് യുദ്ധത്തിന് പോകാൻ പറ്റില്ല എന്ന് നിഷ്കർഷിക്കുന്ന പുതിയ ആക്റ്റാണ്. അതിൽ
റിപ്പബ്ലിക്കൻസിൻ്റെയും ഡെമോക്രാറ്റ്സിൻ്റെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ അതിനകത്തുണ്ട്. അതേപോലെ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പുതിയ ഈ റിഡാക്റ്റഡ് ഫയൽസ്, അതിലുള്ള വെളിപ്പെടുത്തൽ, ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ചകിതരായിട്ടുള്ള ആളുകൾ ആരാണ്? ഈ പറയുന്ന അവിടുത്തെ ഇസ്രായേൽ ലോബിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതിനെ മറച്ചു പിടിക്കാനോ അതിനെ ഡിലേ ചെയ്യിക്കാനോ അല്ല അതിനെ വഴിതിരിച്ച് വിടാനോ ഒക്കെ ആയിട്ട് ധൃതിപ്പെട്ട്, അതുകൊണ്ടാണ് ഈ ധൃതി ഇതിനകത്ത് കാണുന്നത്. 2 ദിവസം മുമ്പാണ് ജനീവയിൽ നമ്മൾ വാർത്ത കേൾക്കുന്നത്, ഇത് വളരെ പോസിറ്റീവ് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ, ഇറാൻ എൻറിച്ച്മെൻറ്റ് 3.6 കുറക്കാൻ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ളത്. പക്ഷെ പൊടുന്നനെ ഈ ആക്രമണം വരുന്നത് ഇസ്രായേലിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അമേരിക്കൻ ജനസമൂഹത്തിലല്ല, അമേരിക്കൻ ടോപ്പ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ മാസീവ് ഡിസൻറ്റ് കേബിൾസ്, അവിടുത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പെൻറ്റഗണിൽ നിന്നൊക്കെയുള്ള ഡിസൻറ്റ് കേബിൾസ്, മാസ് ഡിസൻറ്റ് കേബിൾസ്, വിയോജനക്കുറിപ്പുകൾ വലിയ തോതിൽ വൈറ്റ് ഹൗസിലേക്ക് പ്രിപ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇറാനിലെ റെജീം ചേഞ്ചാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. അതിലൊരു വിഡ്ഢിത്തരം എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്ത് നമ്മൾ റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് ആക്രമിച്ചാൽ അത് നടക്കില്ലെന്ന് മാത്രമല്ല, അതിന് നേർ വിപരീത ഫലമാണ് സൃഷ്ടിക്കുക. ഇറാനൊരു റെജീം ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇറാൻ അകത്തുണ്ട്. കാരണം ഈ സിസ്റ്റം അത് ഇനിയും ജനാധിപത്യവൽക്കരിക്കപ്പെടണം. ഈ പറയുന്ന സുപ്രീം ലീഡറുടെ അപ്രമാദിത്വം, അമിതാധികാരം എന്ന് പറയുന്ന ഈ സിസ്റ്റം മാറണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇറാൻ അകത്തുണ്ട്. പക്ഷേ അതിന് പുറത്തു നിന്നുള്ളൊരു ഫോഴ്സ് അവിടെ ബോംബിട്ടിട്ട് റെജീം ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നേർ വിപരീത ഫലമാണ് ഉണ്ടാകുക. ആ ജനത കൂടുതൽ കൊഹസീവാകുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ നെതന്യാഹുവിൻ്റെ ടെലിവൈസ്ഡ് സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. ഇറാനിയൻ ജനതയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇറാനിയൻ ജനത, കേർഡ്സ്, അസരീസ്, ഷിയാസ്, സുന്നീസ്, എല്ലാ മനുഷ്യരോടും, അവിടെയുള്ള അബ്ഖാസ്, എല്ലാ ഇറാനിയൻ ജനങ്ങളോടും ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് സാധ്യമാകണം. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ റെജീം, ഈ കറപ്റ്റ് റെജീം, ഈ ഓട്ടോക്രാറ്റിക് റെജീം, അതിനെ താഴെ ഇറക്കൂ, നല്ലൊരു ലൈഫ് കെട്ടിപ്പടുക്കൂ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. നല്ല ലൈഫ് കെട്ടിപ്പടുക്കാൻ വേണ്ടി ഞങ്ങളിതാ ബോംബിടുന്നതാണ് ഈ പറയുന്നതിൻ്റെ മലയാളം. അപ്പോൾ റെജീം ചേഞ്ചിന് വേണ്ടി തുടങ്ങിയ യുദ്ധം, ഇറാനിൽ യുദ്ധം കൊണ്ട് റെജീം ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇത് അമേരിക്കൻ സിസ്റ്റത്തെയാണ് അതിനകത്ത് വലിയ റപ്ചേഴ്സ്, വലിയ തോതിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കും, വലിയ ശൈഥില്യങ്ങൾ അല്ലെങ്കിൽ ട്രസ്റ്റ് ഡെഫിസിറ്റ് അമേരിക്കൻ സിസ്റ്റത്തിനകത്തുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു ലയബിലിറ്റിയാണ്, വലിയൊരു ബാധ്യതയാണ്. ഈ ഏടാകൂടം നമ്മളെങ്ങനെയെങ്കിലും കുടഞ്ഞു തെറിപ്പിക്കണമെന്ന ചിന്ത, അമേരിക്കയിൽ വളർന്നു വരുന്ന ചിന്ത, അത് കൂടുതൽ ശക്തിപ്പെടുകയും എൻഡ് ഓഫ് ദി ഡേ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടക്കച്ചവടമാവുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ജിംസ്, യുറേനിയം സമ്പുഷ്ടീകരണമാണ് ഈ ചർച്ചയിലൊക്കെ പ്രധാനമായും സെൻട്രൽ പോയിൻ്റായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യുദ്ധം ആരംഭിക്കുന്നു. ചർച്ച പോസിറ്റീവായി നീങ്ങിക്കൊണ്ടിരിക്കവേ പെട്ടെന്ന് പൊടുന്നനെ യുദ്ധം ആരംഭിക്കുന്നു. പക്ഷേ ഇതിനൊരു ഭാവി എന്തായിരിക്കും? ഇപ്പം ഇറാൻ്റെ കൈവശം യുറേനിയം ഉണ്ട്, ഇസ്രായേലിൻ്റെ കൈവശവും അമേരിക്കയുടെ കൈവശവും ഒക്കെ ആണവായുധങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇറാൻ ഒരു പക്ഷേ യുറേനിയം ആണവായുധമായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയൊരു എന്താ പറയുക, ലോകം ഇതുവരെ കാണാത്തൊരു അവസ്ഥയിലേക്ക് മാറില്ലേ? അല്ല, ഇറാൻ എന്തുകൊണ്ട് ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് ദാവൂദ് പറഞ്ഞിരുന്നു. ആണവായുധം ഉണ്ടാക്കാത്തതിൻ്റെ കാരണം അവർ ഐഡിയോളജിക്കലി ആണവായുധത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അതുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. ഇപ്പോൾ 60% ന്യൂക്ലിയർ പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാൽ അത് സിവിലിയൻ ആവശ്യത്തിനുള്ളതിനേക്കാൾ ഒരുപാട് അധികമാണ്. അവരങ്ങനെ ചെയ്തു വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കാത്തത് ഞങ്ങൾ അതിൽ ആണവായുധത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ് എന്ന് മാത്രമല്ല. അവർ വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ഈ ഭരണകൂടം വരുന്നതിന് മുമ്പ് തന്നെ 50കളുടെ തുടക്കത്തിൽ തന്നെ അവർ ട്രീറ്റിയിൽ ഒപ്പുവെച്ചതാണ്. ആണവായുധ നിർമ്മാർജ്ജന കരാറിൽ ഒപ്പുവെച്ചതാണ്, നിർവ്യാപന കരാർ. അപ്പോൾ അവരത് ഉണ്ടാക്കില്ല, പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അവർ പ്രോലിഫറേഷൻ്റെ ത്രഷോൾഡ് ഉയർത്തി വയ്ക്കുന്നത്. എന്ന് കരുതി അവർ നാളെ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഇറാനെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അവരുടെ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് അവരിൽ ആണവായുധം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ വൾണറബിൾ ആവുന്നത്. ഉത്തര കൊറിയയെ കയറി അമേരിക്ക ആക്രമിക്കാത്തതും ഇറാൻ ആക്രമിക്കുന്നതും അവരുടെ ആണവായുധം ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് പറയുക. ഇപ്പോൾ നൗഫൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പം നടക്കുന്ന യുദ്ധമല്ല, നമ്മളത് മനസ്സിലാക്കണം. ഇത് യുദ്ധമേ അല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് യുദ്ധം എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങൾ പരസ്പരം ഇറങ്ങുക, അതിൽ 2-3 രാജ്യങ്ങൾ ഒരു രാജ്യത്തെ ആക്രമിക്കുക. ഇതൊരു ടോക്കൺ വാർ എന്ന് പറയുന്ന കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നമ്മൾ 12 ഡേ വാർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം കണ്ട അതേ ഇത് തന്നെയാണ്. ഇത് യുദ്ധമല്ല എന്ന് പറഞ്ഞാൽ 4 ദിവസമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് യുദ്ധമല്ല എന്ന് പറയാനുള്ള ഒരു കാരണം, ഈ 12 ഡേ വാർ തുടങ്ങുന്നത് ഇതിപ്പോൾ ഒരു വീക്കെൻഡിലാണ്, ഒരു വെള്ളിയാഴ്ചയാണ്.
ഇന്ന് ശനിയാഴ്ചയാണ്. ഒരു ശനിയാഴ്ച രാവിലെയാണ് ഈ 12 ഡേ വാർ തുടങ്ങുന്നത്. അതായത് അതിനെപ്പറ്റി രസകരമായ ഒരു ട്വീറ്റ് പ്രചരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴേ ട്രംപ് യുദ്ധം ചെയ്യുമെന്നാണ്. കാരണം മാർക്കറ്റിനെ തൊട്ടുള്ള പണിയൊന്നും പറ്റില്ല. 2 അടി അടിക്കും, തിരിച്ചു പോരും. തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോഴത്തേക്ക് പണി തീരണം. അതിലൊരു ചാഞ്ചാട്ടം ഉണ്ടാകും, ട്രംപ് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ യുദ്ധം എന്ന് നമ്മൾ വിളിക്കരുത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ താല്പര്യങ്ങളെന്ന് ദാവൂസ് വളരെ വിശദമായിട്ട് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിർത്തിയിൽ വെടിവെട്ടുന്നപ്പോഴാണ്, ഭരണാധികാരി പ്രതിസന്ധിയിലാകുമ്പോഴാണ്. ട്രംപ് പ്രതിസന്ധിയിലായിട്ട് കുറേ മാസങ്ങളായി. കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഈ ഇറാൻ്റെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുമെന്ന് അമേരിക്കയിലെ മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ട്രംപ് അത് ചെയ്യും. വെനസ്വേല അറ്റാക്ക് ചെയ്ത് നിക്കോളാസ് മദുറോയെ അവിടെ നിന്ന് പൊക്കിയത് പോലും അതിനുവേണ്ടിയാണ്. വേറെ ഏതെങ്കിലും പ്രസിഡന്റുമാർ ഇത്രയും പ്രതിസന്ധിയിലായിട്ടുള്ളൊരു ചരിത്രം അമേരിക്കയിലില്ല. കാരണം ഇപ്പോൾ ബിൽ ക്ലിൻ്റൻ്റെ കാര്യം, അദ്ദേഹത്തിന് ഒരു സെക്സ് സ്കാൻഡലാണ് വന്നത്. അദ്ദേഹം ഓടിപ്പോയി സുഡാനിലൊരു ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുന്ന ഫാക്ടറി, പാരസെറ്റമോൾ ഉണ്ടാകുന്ന ഒരു ഫാക്ടറി പോയി ബോംബിട്ടു. അതാണ് ഇതിനോട് സാമ്യമുള്ളൊരു സംഭവം. ഇതങ്ങനെയല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുമ്പൊക്കെ ഒരു എന്തിനാണ് ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുള്ള ചോദ്യം മുമ്പേ ഉണ്ട്. ആ ചോദ്യം ഉയർത്തുന്നത് ലെഫ്റ്റുകളല്ല, അമേരിക്കൻ ലെഫ്റ്റിസ്റ്റുകളല്ല ചോദ്യം ഉയർത്തുന്നത്, റൈറ്റ് വിങ്ങേഴ്സാണ്. ആ ചോദ്യം വളരെ ശക്തമായി ഇക്കുറി വരിക എന്ന് മാത്രമല്ല, ഈ ഇസ്രായേലിനെ അനാവശ്യമായി എന്തിന് അമേരിക്ക പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ശബ്ദം ഉയർന്നു വരുന്നു. അത് കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ഏത് താല്പര്യമാണ് അമേരിക്ക സംരക്ഷിക്കുന്നത്, ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള ചോദ്യത്തിന് മൂർച്ച കൂടി വരുന്നു. അതിൻ്റെ ഇടയിലാണ് എപ്സ്റ്റീൻ ഫയൽ വരുന്നത്. എപ്സ്റ്റീൻ ഫയൽ കേവലമായൊരു പീഡോഫൈൽ ഡാറ്റയല്ല, ഒരു പീഡോഫൈലിൻ്റെ യാത്രകളുടെ വിവരങ്ങളല്ല അതിലുള്ളത്. അത് മൊസാദുമായുള്ള എപ്സ്റ്റീൻ്റെ ബന്ധമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിലേറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട വ്യക്തി അമേരിക്ക ഭരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ വർഷം ഇലോൺ മസ്ക് ഒരു ട്വീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാത്തത്? അതിൽ അയാളുടെ പേരുണ്ട്, എന്നാൽ ഇലോൺ മസ്കിൻ്റെ പേരുണ്ട്. പക്ഷേ ഏറ്റവും അപകടകരമായൊരു വിധത്തിൽ പേരുകളും ചിത്രങ്ങളും ഉള്ളത് ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെയാണ്. അപ്പോൾ എപ്സ്റ്റീനുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ മൊസാദ് ബന്ധമുള്ള എപ്സ്റ്റീനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ അമേരിക്ക ഭരിക്കുകയാണ് എന്നുള്ളത് അമേരിക്കയിൽ ട്രംപിൻ്റെ ക്യാമ്പിൽ തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ട്രംപ് ഈ മഗാ ക്യാമ്പിൽ തന്നെ അത് വലിയ പ്രശ്നമാണ്. ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു റിയൽ പ്രതിസന്ധിയാണ് ട്രംപിനെ സംബന്ധിച്ച്. അപ്പോൾ ട്രംപ് അത് പല രീതിയിൽ മറികടക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ വെനസ്വേലയിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതും അതുപോലെ ഈ പറയുന്ന ഇമിഗ്രൻസിനെതിരായ നടപടിയും എല്ലാം ഈ ഒരു തരം എന്താണ്, ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനൊരു തന്ത്രമാണ്. അതൊന്നും അവിടെ ഏൽക്കുന്നില്ല. അപ്പോഴാണ് ഇറാനുമായുള്ള ചർച്ച വരുന്നത്. അപ്പോൾ ഇറാൻ്റെ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇറാൻ ആദ്യം ചെയ്യുന്നതാണ്, ഈ ചർച്ച അവിടെ തുടങ്ങുന്നത് തന്നെ ഒരു പോയിന്റ് ബ്ലാങ്കിലാണ് ചർച്ച, തോക്കിയുകൊണ്ടാണ് ചർച്ച എന്ന് ഇറാന് നന്നായിട്ട് അറിയാം. ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇറാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രൈക്കിനുള്ള കോപ്പ് കൂട്ടി വയ്ക്കുന്നുണ്ട്. ഈ ചർച്ച തന്നെ ഇസ്രായേലിന് വേണ്ടിയാണെന്നും അത് ട്രംപിനെ സംരക്ഷിക്കാനാണെന്നും ഇറാൻ നേരത്തെ അറിയാം. അതുകൊണ്ട് അവർ അവർ ഫുൾ എക്യുപ്ഡായിട്ട് നിൽക്കുകയാണ്. ഇത് സംഭവിക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് പുറത്തു വരുന്ന വാർത്ത, ഇസ്രായേൽ ഇത് 1 മാസം മുമ്പേ പ്ലാൻ ചെയ്തതാണ് ഇന്നത്തെ സ്ട്രൈക്ക്. അപ്പോൾ എന്തിനായിരുന്നു ചർച്ച? അപ്പോൾ ആ ചർച്ച വെറും ഡ്രാമയാണെന്നും ആ ചർച്ചയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഓൾറെഡി ഇറാൻ 7 വികസിത രാജ്യങ്ങളുമായി, വൻശക്തി രാജ്യങ്ങളുമായി ഒരു കരാർ ഒപ്പുവെച്ചതാണ് ഒബാമയുടെ കാലത്ത്. അതിൽ നിന്ന് ഏകപക്ഷീയമായി പുറകോട്ട് വരുന്നത് ട്രംപാണ്. ട്രംപ് ഇന്ന് പുറകോട്ട് പോകാൻ കാരണം ഇസ്രായേലിൻ്റെ സമ്മർദ്ദമാണ്. എന്നിട്ട് വീണ്ടും ഒരു ചർച്ചയിലൂടെ ഒരു കരാറുണ്ടാക്കാനുള്ള ശ്രമിക്കുന്നത്. ഈ കരാറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? മുൻപ് ഒബാമയുടെ കാലത്ത് ലിഫ്റ്റ് ചെയ്ത ഈ സാങ്ഷൻസ് വീണ്ടും തിരികെ അവരുടെ മേൽ വന്നു. ഇനി ആ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പരിണിതി. ഒരു കരാറുണ്ടാക്കുക, ഇവരുടെ പ്രോലിഫറേഷൻ റേറ്റ് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞു ഒരു ധാരണയിലെത്തി കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യുകയാണല്ലോ. ഈ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്? ഇറാൻ്റെ കയ്യിലേക്ക് കൂടുതൽ പണം വരും. ആ പണം വന്നത് ആർക്കാണ് ഉപദ്രവം? ഇത് ഇസ്രായേലിന് ഉപദ്രവമാകും. അപ്പോൾ ഈ ചർച്ച തകരണം എന്ന് ആഗ്രഹിക്കുന്ന ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ ഈ ചർച്ച വെറും ഡ്രാമയാണ്. യഥാർത്ഥത്തിൽ ഇറാനിൽ ഒരു റെജീം ചേഞ്ച്, ഇന്ന് ട്രംപ് നടത്തിയിട്ടുള്ള പ്രസംഗം കേൾക്കണം. ഈ 2 മണിക്കൂർ മുമ്പ് ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഒരു പ്രസംഗമുണ്ട്, എഴുത്ത് തയ്യാറാക്കി വായിക്കുന്നതാണ്. ഒരു വൈഡ് ആംഗിൾ ക്യാമറയിൽ നിന്നിട്ടാണ് അദ്ദേഹം സാധാരണ ട്രംപിൻ്റെ മൂക്കിൻ്റെ അവിടെ കൊണ്ടുപോയി ക്യാമറ വെച്ചിട്ടാണ് പ്രസംഗിക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ മുഖഭാവം പോലും കാണരുത്, നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും വെർബാറ്റിം ഈ നെതന്യാഹു പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇറാനിയൻസിനോട് റെജീം ചേഞ്ചിന് ആവശ്യപ്പെടുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ എവിടെയും നിൽക്കരുത്, മാറി നിൽക്കണം, കാരണം ഐ വിൽ ബോംബ് എവരിവെയർ. ഇത് നെതന്യാഹുവിൻ്റെ ഭാഷയാണ്. എല്ലായിടത്തും ഞാൻ ബോംബിടും, നിങ്ങൾ അതിനൊക്കെ സേഫായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നെതന്യാഹു എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് അത് തന്നെയാണ് ട്രംപ് പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയലിനെ പറ്റി നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ ഏറ്റവും അതിലെ ഇക്കിളി കഥകൾ, അതിലെ പീഡന കഥകൾ, പീഡോഫൈൽ കഥകളാണ്. എപ്സ്റ്റീൻ ഫയൽ യഥാർത്ഥത്തിൽ ലോകം ആര് നിയന്ത്രിക്കുന്നു എന്നുള്ളതിൻ്റെ ഡോക്യുമെൻ്റഡ് രേഖയാണ്. അത് കൃത്യമായത് എന്താണ് പറയുക, അതിലേക്ക് ഡൈവ് ചെയ്ത് അതിൽ നിന്ന് കുറേ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ
ഇത് ഇനിയും ആളുകൾ വായിച്ചു കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ലോകം ആര് ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായ ഡോക്യുമെൻ്റഡ് രേഖയാണ്. അത് അമേരിക്കയല്ല, അത് ഇസ്രായേലല്ല, അത് വേറെ കുറേ ആളുകളാണ്. അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അത് മോദി ഒന്ന് ആലോചിച്ച് നോക്കാം. മോദി എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ഈ യുദ്ധം ഉടനുണ്ടാകും. ഈ അറ്റാക്ക്, ഇറാന് മേലെ അറ്റാക്ക് ഉടനുണ്ടാകും. ഇസ്രായേലിന് അറിയാമല്ലോ, നെതന്യാഹുവിന് അറിയാമല്ലോ, ട്രംപിന് അറിയാമല്ലോ. മോദി ഈ ഏറ്റവും അവസാനം, ഈ യുദ്ധത്തിൽ ഏറ്റവും അവസാനം ഇസ്രായേൽ സന്ദർശിച്ച് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ലോക നേതാവാണ് മോദി. എന്തുകൊണ്ട് മോദി പോകുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ വന്ന് എനിക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നു. നെതന്യാഹുവിന് കാണിക്കാൻ ഷോക്കേസ് ചെയ്യാൻ പറ്റുമെന്നാണത്. അല്ലാതെ എന്ത് ഗുണമാണ് ആ യാത്ര കൊണ്ട് ഇന്ത്യക്കുണ്ടായത്? അയൺ ഡോം തരാമോ എന്ന് ചോദിച്ചു, തരില്ല എന്ന് പറഞ്ഞു. അയൺ ഡോം വേണം ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചു, തരില്ല എന്ന് പറഞ്ഞു. എന്ത് ഗുണമുണ്ടായത്? അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ ജനസൈഡിൻ്റെ പേരിൽ പല രാജ്യങ്ങളും യാത്രാവിലക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസുള്ള ഒരു രാജ്യത്തിൻ്റെ തലവനുമായി കെട്ടിപ്പിടിക്കുന്നു, ബി എന്ന് വിളിക്കുന്നു, മനസ്സിലാവാത്ത ഏതൊക്കെയോ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുന്നു, ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനെയൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ എപ്സ്റ്റീൻ ഫയലിൽ മുങ്ങിത്തപ്പ് തന്നെ വേണം. അത് ഇനിയും കുറേ അധികം വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. യെസ്, വരും ദിവസങ്ങളിൽ നമുക്ക് ഈ യുദ്ധത്തെക്കുറിച്ചും ഈ ഏകപക്ഷീയ ആക്രമണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരും.